അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഞങ്ങളുടെ ഇപ്സിച്ചു മല്ലൂസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് സ്ട്രോബെറി ഫാമിലേക്ക് വിട്ടിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇവിടുന്ന് അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഏകദേശം ഫാമൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നാളായെന്ന്. അപ്പോൾ ഫാം ഓപ്പൺ ചെയ്തിട്ട് ഓൾറെഡി കുറച്ച് നാളായി എന്നാണ് കേട്ടത്. എങ്കിലൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നോക്കിയപ്പം ഒരു സൈഡിൽ നിന്ന് ഓരോ ബോക്സിനകത്ത് സ്ട്രോബെറി ആയിട്ട് വരുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സ്ട്രോബെറിയുടെ ബോക്സ് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് സ്ട്രോബെറി ഫാമിലേക്ക് പോകണമെങ്കിൽ എന്ന്. അപ്പോൾ ഞങ്ങൾ എന്നാൽ സ്ട്രോബെറിയുടെ എത്ര ബോക്സ് വേണമെന്ന് ആദ്യം ചിന്തിച്ചു, കൺഫ്യൂഷനായി. എത്ര ബോക്സ് മേടിച്ചാൽ എത്ര എണ്ണം നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എത്രയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ 3 ബോക്സ് മേടിച്ചു കേട്ടോ. 3 ബോക്സ് മേടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ റൂട്ട് കാണിച്ചു തന്നു. ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ റോസ്ബെറിയുടെ ഫാമാണ്, ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ, ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ബ്ലൂബെറിയുടെ ഫാം എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പോയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്ട്രോബെറിയുടെ ഫാമിലേക്ക് മാത്രം പോകാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്നത് റൈറ്റ് സൈഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്ട്രോബെറിയുടെ ഫാം തുടങ്ങുന്നത്. പക്ഷേ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓൾറെഡി എനിക്കൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഓൾറെഡി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പം അതിൻ്റെ മുന്നിലേക്ക് വീണ്ടും പോകണമായിരുന്നു. അങ്ങനെ പോകുന്ന സൈഡിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലായിട്ടും പിന്നെ കുറേ ഉണ്ട്. എൻ്റെ ഫാമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ബീൻസിൻ്റെ ഒക്കെ ഒരു വലിയ ഷേപ്പിലുള്ള ഒരു ബീൻസ് പോലെ തന്നെ കാണാം. എന്താ സംഭവം മനസ്സിലായില്ല കേട്ടോ. എന്തായാലും അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പോയി. അവിടെ നിന്ന് അവർ ചിലരത് പിക്ക് ചെയ്യുന്നുണ്ട്, ചിലരത് ക്യാഷ് കൊടുത്ത് മേടിക്കുന്നില്ല. അങ്ങനെ കണ്ടു, നമുക്കറിയില്ല എന്താ സാധനം മനസ്സിലായില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നു പോയി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫാമിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തു. അപ്പോൾ അവർ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു അതിൻ്റെ ലാസ്റ്റിലാണ് പിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു മിഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ കയറി നോക്കിയപ്പോൾ ഓൾറെഡി എല്ലാം കഴിയാൻ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെയൊക്കെ. എങ്കിലും അതിൻ്റെ അടിയിലേക്ക് നമ്മൾ നല്ല ഡീപ്പായിട്ട് ഇങ്ങനെ നോക്കണം. എന്ത് ഭംഗിയാണെന്നറിയാമോ, കണ്ടപ്പോൾ തന്നെ പറിക്കണോ കഴിക്കണോ എന്താണ് കൺഫ്യൂഷനായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഈ ബോക്സ് കൊണ്ടുവന്നതിന് മാത്രം ക്യാഷ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനായിപ്പോയി. കഴിക്കുക, കുറേ തിന്നുക, കുറേ പെറുക്കുക. 2 എണ്ണം വയലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നായിരിക്കും ബോക്സിലേക്ക് വരുള്ളൂ. അതുപോലത്തെ അവസ്ഥയായിപ്പോയി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വാവയും മിന്നും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോഴേ ഞാൻ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ പറിച്ചതിൻ്റെ മുക്കാലും കഴിക്കുമായിരുന്നു. നന്നായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം സാധാരണ ഇവിടുന്ന് മേടിക്കുന്ന സ്ട്രോബെറിക്കൊക്കെ ഭയങ്കര പുളിയാണല്ലോ, ഇതിന് പുളിയല്ല, നല്ല മധുരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് വിജയേട്ടൻ ഇരുന്നിട്ട് കാര്യമായിട്ടിരുന്ന് പറിക്കല, എഴുന്നേൽക്കുന്നില്ല, അവിടെ ഇരുന്ന് പറിക്കല. നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് കൺഫ്യൂഷനായിപ്പോയി. എന്നാലും വേണ്ടില്ല, വയറ് നിറഞ്ഞു എന്ന് പറയാൻ വേണമെങ്കിലും. ബാക്കി പിന്നെ പറിച്ച് 3 കൊട്ടയും നിറച്ചു. 3 കൊട്ടയും നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മതിയാക്കി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോരാനും പറ്റി കേട്ടോ. കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ പറയണേ, നമുക്ക് വേണ്ടത് അങ്ങനെ സമയം അവിടെ അധികം കളയേണ്ട വന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാം പറിച്ച് ബോക്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട എല്ലാം കഴിച്ചു. പിന്നെ വാവയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു. അവനിങ്ങനെ ഞങ്ങൾ പറിക്കുന്നത് നോക്കി കഴിക്കുന്നത് നോക്കി പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അവൻ കുറേ പിക്ചറൊക്കെ എടുത്ത് പറിക്കുന്നത്. എനിക്കിത് വീഡിയോ എടുക്കണമെന്നുണ്ട്, പിന്നെ കഴിക്കണമെന്നുണ്ട്, പറിക്കണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ലാസ്റ്റ് സൈഡിലായിരുന്നു ഈ കാണുന്നത് മുഴുവനും. ഈ ലാസ്റ്റ് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് എനിക്ക് തോന്നുന്നു പറിക്കാനുള്ളതിന്. ബാക്കിയുള്ളതെല്ലാം അവർ ഓൾറെഡി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സൈഡിൽ ലാസ്റ്റ് ഒരു 3-4 റോയിലാണ് ഇങ്ങനെ ഫില്ലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സൂര്യകാന്തി ചെടിയുണ്ട്, അവർ വളർത്തുന്നുണ്ട്. അതിലേക്കും നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. എന്നാൽ കൂടെ ഞങ്ങളത് കണ്ടിട്ടുള്ളൂ, അതിനകത്ത് സൂര്യകാന്തി ആയിട്ടില്ല, അത് വളരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ ഇവിടെ ഫാം കഴിയുമ്പോൾ അടുത്തത് വേറെ എന്തൊക്കെയോ ആയിട്ട് അവർ തുടങ്ങുമെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും വേണ്ടില്ല, ഈ ഫാം ഇനിയും കാണണം, ഇനിയും പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല രസമുണ്ട്, നമുക്ക് ഫ്രഷായിട്ട് പറിച്ച് കഴിക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ.
നല്ല നല്ല മധുരമായിരുന്നു. വിചാരം ഇങ്ങനത്തെ സാധനം കഴിക്കില്ല, പക്ഷേങ്കിലുണ്ടല്ലോ അവിടുന്ന് കഴിച്ചെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടാണ് അഭിപ്രായം പറയണത്. ഓൾറെഡി ഫില്ലായി ബോക്സ് ഉണ്ടല്ലേ, ബോക്സ് 3 പേരുടെയും ബോക്സ് ഫില്ലായി. ആവശ്യത്തിന് കഴിക്കും. ആദ്യമായിട്ട് വിചാരം ഇങ്ങനെ കഴിക്കുന്ന പറഞ്ഞു. അപ്പോൾ വാവയോട് ചോദിച്ചപ്പോൾ വാവയെ പറഞ്ഞത് വയറ് നിറഞ്ഞിട്ട് ഞേമ്പക്കം കൂടെ വിടാൻ പോവാന്ന്. പക്ഷെ അവൻ അധികം കഴിച്ചില്ല കേട്ടോ. വിചാരം കാര്യമായിട്ട് ഇരുന്നും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുന്നങ്ങോട്ട് കഴിക്കുക തന്നെയായിരുന്നു. എനിക്ക് ഓൾറെഡി വയറ് നിറഞ്ഞു. ഞാൻ ആദ്യം മുതൽക്കേ ഇത് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ വയറ് ഓൾറെഡി നിറഞ്ഞായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, ബോക്സിൽ പറിച്ചതുമായിട്ട് പോരണം, അത്ര ഉണ്ടായിരുന്നുള്ള ആഗ്രഹം. അതിൻ്റെ നടിയിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ, ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല. നമ്മൾ ഇങ്ങനെ നമ്മൾ പറിച്ചു പോകും, നോക്കി നിന്ന് പോകും, സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം പറിച്ച് വേഗം പോരുകയും ചെയ്തു. ഞങ്ങൾ പെട്ടെന്ന് പോയതല്ലേ, 4 മണി, അവിടെ 5 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഫാം. അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. ഞങ്ങൾ 4 മണിക്ക് പോന്നു. 4:45 ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ. പെട്ടെന്നെല്ലാം തീർന്നു. എന്തായാലും വേണ്ടില്ല, ഒത്തിരി ഹാപ്പിയായി കേട്ടോ. ഇങ്ങനെ ഫാമൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ പറിക്കുന്ന കണ്ടിട്ടാണോ, ഞങ്ങളുടെ ഇത് കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല, അമ്മച്ചി കണ്ടപ്പോൾ പറഞ്ഞ് ഞാനും ഒന്ന് ബാസ്ക്കറ്റിലേക്ക് ഇടുമ്പം 2 എൻ്റെ വായിലേക്ക് ചെല്ലുന്നുണ്ട്, എന്നിട്ടാണ് ഞാനും പറിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയോടൊക്കെ സംസാരിച്ച് അമ്മച്ചി പെട്ടെന്ന് ഒരു ബോക്സ് ആയപ്പോൾ അമ്മച്ചി പറിച്ച് അമ്മച്ചിയുടെ വയറ് നിന്നപ്പോൾ അമ്മച്ചി പറയാം ഓക്കെ ബൈ സീ യു പറഞ്ഞു അമ്മച്ചി പോയി. കണ്ടോ, ഇതുപോലെ ആ സൈഡിലുള്ള എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇഷ്ടം പോലെ സ്ട്രോബെറിയാണ്. ഇനി അത് വന്നു, എനിക്ക് തോന്നുന്നു എന്നാ പറയുന്ന കുറച്ച് മൂക്കാനുള്ളത് വേറെയുണ്ട്, നല്ല ഗ്രീൻ കളറിൽ, നല്ല റെഡായിട്ടുള്ളത് അങ്ങനെയുണ്ട്. കുറച്ച് നാളോടെ കാണുമായിരിക്കും വിചാരിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല, അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ എന്തായാലും ഫാം എങ്ങനെയുണ്ട് അങ്ങനെ കേട്ടു, ഞങ്ങളുടെ അടുത്താണെന്ന് അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വേഗം പോയി. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നല്ല രസമല്ലേ അല്ലേ. അപ്പോൾ വാവ അതിൻ്റെ ചുറ്റുപാട് അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇത്. അപ്പോൾ ആ ഫസ്റ്റിലെ റോയിൽ കംപ്ലീറ്റ് തീർന്നതാണ് ഏകദേശം. ഈ ലാസ്റ്റ് റോയിൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ബോക്സ് കണ്ടോ ഫില്ലായിട്ട് കൊണ്ടിരുന്നുണ്ടോ. എന്നിട്ട് ഞങ്ങൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ അതിൽ നിന്ന് എടുത്ത് കഴിച്ചു എന്നുള്ള ഭയങ്കര. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ക്യാഷ് ഇനിയിപ്പോൾ നമുക്ക് അതിനെപ്പറ്റി എത്രയാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് അവിടെ നിന്ന് അതിൻ്റെ സ്ട്രോബെറി ഫാമിൽ ചോദിച്ചു. അപ്പം കിലോയ്ക്ക് 6 പൗണ്ടാന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏകദേശം 600 രൂപ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പറിച്ച് ഞങ്ങളിങ്ങനെ വഴി കൂടെ നടന്നു പോരും. നല്ല രസമാണ് സൈഡ് ഭാഗമൊക്കെ കാണാം. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പില്ല, അതുകൊണ്ട് നല്ല സുഖമാണ് നടക്കാൻ. അല്ലെങ്കിൽ തണുത്ത് മരച്ച് നടക്കേണ്ടി വരും. ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, നമുക്ക് നടക്കാനും പറിക്കാൻ എല്ലാം നല്ല സമയമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അടുത്ത ഫാം കണ്ടത്. അതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേങ്കിൽ അത് ഞങ്ങൾ വന്ന് നോക്കിയപ്പം അതൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേങ്കിൽ അപ്പോൾ റാസ്ബെറിയുടെ അവിടെ കയറിയപ്പം എല്ലാം മൂത്തിട്ടില്ല, നല്ല പുളിയില്ല കേട്ടോ, നല്ല മധുരമായിരുന്നു അതിന്. പിന്നെ അത് അത്ര വലിയതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് അത് ഞങ്ങൾ പറിച്ചില്ല. ഓൾറെഡി ആയിട്ടുണ്ട് 3 ബോക്സ്. അപ്പോൾ അത് ഞങ്ങൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇവരുടെ തന്നെ ഷോപ്പുണ്ട് അവിടെ തന്നെ. അതിനകത്ത് പല വെറൈറ്റി ആയിട്ടുള്ളത് ഞങ്ങൾ കണ്ടു കേട്ടോ. ഇതിൻ്റെ തന്നെ കൊടുക്കുന്നത് ഒരു ബോക്സിലൊക്കെ വേറെ അവർ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, അതൊന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ 3 ബോക്സ് ഞങ്ങൾ ഏകദേശം 23 പൗണ്ട്സിന് മേടിച്ചിട്ട് ഞങ്ങൾ പോരുക ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.